ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേലിന്റെ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ അവരുടെ മിസ്രൈമിലുള്ളതായിരിക്കുന്ന ജീവിതം എന്ന് തുടങ്ങിയതായ ഭാഗം തൊട്ടാണ്. മിസ്രൈമിൽ ഇവർ ആയിരുന്ന സമയം അതിന്റെ ആരംഭം കുറിക്കുന്നത് യാക്കോബിന്റെ മകനായിരിക്കുന്ന യോസഫ് ഇസ്രായേലിൽ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നു. അതിനുശേഷം തന്റെ സഹോദരന്മാര് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വേണ്ടിയിട്ട് മിസ്രൈമിലേക്ക് വരുന്നു. തുടർന്ന് യോസഫ് തന്റെ സഹോദരന്മാരെ മിസ്രൈമിലേക്ക് തന്റെ പിതാവിനെയും കൂട്ടി വരുവാൻ ആവശ്യപ്പെടുകയും പിതാവിനോടും സഹോദരങ്ങളോടും ഒരുമിച്ച് മിസ്രൈമിൽ അവരുടെ തുടർന്നുള്ളതായിരിക്കുന്ന ജീവിതമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുറപ്പാട് പുസ്തകം ആരംഭിക്കുന്നത് തന്നെ ഈ ഒരു ഭാഗത്തോട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം തന്നെ കാണുന്നത് യാക്കോബിനോട് കൂടെ താന്താന്റെ കുടുംബസഹിതം ഇസ്രായേലിൽ വന്ന ഇസ്രായേൽ മക്കളുടെ പേരുകൾ ഇവയാകുന്നു എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. തുടർന്ന് കുറെ പേരുകൾ കാണുന്നു. അതിനുശേഷം 5 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നു, യാക്കോബിന്റെ കളിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച ദേഹികളെല്ലാം കൂടെ 70 പേർ ആയിരുന്നു. യോസെഫും മുൻപേ തന്നെ മിസ്രൈമിൽ ആയിരുന്നു. യോസെഫും സഹോദരന്മാരെല്ലാവരും ആ തലമുറയൊക്കെയും മരിച്ചു. ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു വരികയും ബലപ്പെട്ടു. ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. ഇവിടെയാണ് ഇസ്രായേലിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. എന്നാൽ ഇത് എവിടെ നിന്ന് ഇസ്രായേൽ വന്നു എന്നൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, അബ്രഹാമിന്റെ ചെറുമകനായിരിക്കുന്ന യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട് കഴിയുമ്പോൾ അവന്റെ പേര് മാറ്റി, നിന്റെ പേരെന്തെന്ന് ചോദിച്ച് യാക്കോബ് എന്ന് പറഞ്ഞു. സൂത്രശാലി ആയിരിക്കുന്ന തന്റെ പേരിനർത്ഥം മാറ്റി ദൈവം തന്നെ യാക്കോബ് എന്ന പേര് ഇട്ട് തന്നെ അനുഗ്രഹിക്കുന്നതായി നമ്മൾ കാണുകയാണ്. ഇങ്ങനെ യാക്കോബ് എന്ന ഇസ്രായേൽ എന്ന നാമകരണത്തോടു കൂടി യാക്കോബിനെ അറിയപ്പെടാൻ തുടങ്ങി. യാക്കോബിന്റെ 12 മക്കൾ ഗോത്രപിതാക്കന്മാർ അറിയപ്പെട്ടു. അതിൽ യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിക്കുന്ന സമയത്ത് തന്റെ 11-ാമത്തെ മകനായിരിക്കുന്ന യോസഫിനെ അനുഗ്രഹിക്കുമ്പോൾ യോസഫിന്റെ മക്കളെയാണ് അവിടെ ഗോത്രപിതാക്കന്മാരായിട്ട് കണക്കാക്കുന്നത്. ഇങ്ങനെ 12 ഗോത്രങ്ങൾ മിസ്രൈമിൽ ഉണ്ടാകുന്നു. ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഈ 12 ഗോത്രപിതാക്കന്മാർ അറിയപ്പെട്ടവരാണ് ഈ പിന്നീട് 12 ഗോത്രങ്ങളായിട്ട് മാറ്റപ്പെടുന്നത്. ഇവരാണ് ഇസ്രായേലിന്റെ ചരിത്രമായിട്ട് നമ്മൾ കാണുന്നത്. ഇവരിലൂടെയാണ് നമ്മൾ ഇസ്രായേൽ ചരിത്രം പഠിക്കുന്നത്. ഈ 12 ഗോത്രങ്ങളെയാണ് വാഗ്ദത്ത കനാൻ ദേശത്ത് എത്തിയതിനു ശേഷം അവർക്ക് ദേശം വിഭജിക്കപ്പെട്ടു. 12 ഗോത്രങ്ങൾക്കും വിഭജിച്ചു കൊടുത്തു. ലേവ്യ ഗോത്രത്തിനൊഴികെ കനാൻ ദേശത്ത് അവർക്കുള്ളതായിരിക്കുന്ന ഓഹരി പകുത്ത് കിട്ടി. ലേവ്യ ഗോത്രത്തിന് കൊടുത്തതായിരിക്കുന്ന ഓഹരി ദൈവം തന്നെയാണ് അവരുടെ ഓഹരി. ആലയത്തിലെ ശുശ്രൂഷയാണ് അവരുടെ പ്രധാനപ്പെട്ട ഉദ്യോഗം. ഇങ്ങനെ കനാൻ ദേശത്ത് നീണ്ട 40 വർഷത്തെ മരുഭൂ പ്രയാണത്തിന് ശേഷം ഇവർ കനാൻ ദേശത്തെത്തി. കനാൻ ദേശത്ത് എത്തിയതിനു ശേഷം ഇവർക്ക് പുരോഹിതന്മാരുണ്ടായിരുന്നു. പുരോഹിതന്മാർക്ക് ശേഷം ന്യായാധിപന്മാരെ, പുരോഹിതന്മാരെ, ഇങ്ങനെ വലിയൊരു നിരന്ന കാലഘട്ടത്തെ നമ്മൾ കാണുകയാണ്. ഇവരെല്ലാമാണ് പിന്നീടുള്ള സമയങ്ങളിൽ കനാൻ ദേശത്ത് ഇവരെ ഭരിച്ചത്. ഈ ജനത്തിന് അവരുടെ മരുഭൂമി യാത്രയിൽ തന്നെ ഇവർക്ക് ദൈവത്തെ ആരാധിക്കുവാനുള്ളതായിരിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ ദൈവം കൊടുത്തു. ന്യായപ്രമാണം ദൈവം കൊടുത്തു. ന്യായപ്രമാണം കൊടുത്തു നമുക്കറിയാം. സീനായിൽ വെച്ചിട്ടാണ് ദൈവം ന്യായപ്രമാണം ഈ ജനത്തിന് കൊടുക്കുന്നത്. ഏകദേശം 1450 മുതലുള്ളതായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ നിന്നാണ് ഇവരുടെ മരുഭൂ യാത്ര ആരംഭിക്കുന്നത്. ഇങ്ങനെ നീണ്ട 40 വർഷം ഇവർ പ്രയാണം ചെയ്തു. ഈ 40 വർഷത്തെ ഈ യാത്രയ്ക്ക് ശേഷം വാഗ്ദത്ത ഭൂമിയായിരിക്കുന്ന കനാൻ ദേശത്ത് എത്തി. തുടർന്ന് ദൈവം ഇവർക്ക് ന്യായാധിപന്മാർ, യോശുവയുടെ നേതൃത്വത്തിലാണ്, നമ്മൾ അതിനും അറിയാവുന്നതുകൊണ്ടാണ് കൂടുതൽ അതിലേക്ക് പോകാത്തത്. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമാണ്, അതിലേക്കാണ് നമുക്ക് വരേണ്ടത്. ഇങ്ങനെ യോശുവയുടെ നേതൃത്വത്തിൽ, മോശയുടെ മരണശേഷം യോശുവയുടെ നേതൃത്വത്തിൽ ഇവരെവിടെ ചെന്നു? ഇവര് വാഗ്ദത്ത ഭൂമിയായിരിക്കുന്ന കനാൻ ദേശത്തെത്തി. ഏകദേശം 1373 മുതലുള്ളതായിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ പരിശോധിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ ഒരു കാലഘട്ടം ആരംഭിക്കുക. ഈ ന്യായാധിപന്മാരുടെ കാലഘട്ടം, അതിനുശേഷം ഇവർക്ക് പുരോഹിതന്മാരുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. മഹാപുരോഹിതനായിരിക്കുന്ന അഹരോൻ. പിന്നീട് ഇങ്ങനെ പുരോഹിതന്മാരെയൊക്കെ നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ അവസാനത്തെ പുരോഹിതൻ എന്ന് നമുക്ക് ആ ഒരു ഭാഗത്ത് കാണുവാൻ കഴിയുന്നത് ഏലി പുരോഹിതനാണ്. കാരണം
ദൈവത്തിന് ഈ ജനത്തെ തന്നിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ എല്ലാം ഉദ്ദേശം. അതിന് പ്രത്യേകമായിരിക്കുന്ന കാരണമുണ്ട്. ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന ഈ മനുഷ്യരെ അവർ പാപം ചെയ്തതോടുകൂടി ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവ തേജസ്സോർക്ക് നഷ്ടപ്പെട്ടു. മാത്രമല്ല, ദൈവമായിട്ടുള്ള ഫെലോഷിപ്പ്, കൂട്ടായ്മയിൽ നിന്ന് മനുഷ്യൻ എന്ത് ചെയ്തു? അകന്നുപോയി. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനം അകന്നുപോയി. അതിനിടയിലാണ് പിന്നീട് നമ്മൾ നോഹയുടെ കാലഘട്ടം പരിശോധിക്കുമ്പോൾ നീതിമാനായിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുന്നത് നോഹയാണ്. അവിടെ നിന്നും ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ നിന്നും ജനത്തിന്റെ പെരുപ്പം, ദൈവത്തെ സ്നേഹിക്കാത്ത, ദൈവത്തോട് അടുത്തു വരാത്ത ജനത്തിൽ നിന്ന് ഒരു ശേഷിപ്പിനെ ദൈവത്തെ ഉണ്ടാക്കിയെടുക്കുക. ആ പെട്ടകത്തിൽ അല്പജനത്തിൽ വെച്ചിട്ട് ഒരു വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു എന്ന് നമ്മൾ അതിനെ പഠിക്കുന്നു. അപ്പോ വീണ്ടും ഒരു ശേഷിപ്പോടും. ഇവിടെ നിന്ന് വീണ്ടും ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതിയിലേക്കാണ്, ദൈവം വാഗ്ദത്തം ചെയ്തവരിലേക്കാണ് ദൈവം ഈ യാത്ര മുഴുവൻ കാണിക്കുന്നത്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ആദമിനും ഹവ്വയ്ക്കും പിന്നെ കയ്യനും ആവിലും മാത്രമാണോ മക്കളുണ്ടായിരുന്നത്? എന്നാൽ എന്തുകൊണ്ടാണ് ഈ രണ്ട് മക്കളെ കുറിച്ച് അവിടെ പരാമർശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ പ്രോമിസസിലേക്ക് കൊണ്ടുചെല്ലണം വേണം. അതിന് ആദമിനും ഹവ്വയ്ക്കും 10 മക്കളുണ്ടായത്, ആ 10 മക്കളുടെ കാര്യം ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി കുട്ടികൾ എത്ര ഉണ്ടായിരുന്നു നമുക്ക് അറിയത്തില്ല. പക്ഷേ ദൈവത്തിന് ആവശ്യം ഹാബേലിന്റെ ആ വംശപാരമ്പര്യത്തിൽ ഇങ്ങനെ കൂടെ വാഗ്ദത്ത സന്തതികളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് യാക്കോബിൽ കൂടെ 12 ഗോത്രപിതാക്കന്മാരിൽ കൂടെ, ഏശാവിനെ അവിടെ എടുത്തിട്ടില്ല, ഏശാവിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെങ്കിലും വാഗ്ദത്ത സന്തതി, അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം തന്റെ തലമുറകളിലേക്ക് പകരപ്പെട്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണത്തരികൾ പോലെയും നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കുമെന്ന് കൊടുക്കുമ്പോൾ വാഗ്ദത്തത്തിലേക്കാണ് ദൈവം കൊണ്ടുവരുന്നത്. അപ്പോ നഷ്ടപ്പെട്ട ഫെലോഷിപ്പ് മടക്കി ലഭിക്കുക, നഷ്ടപ്പെട്ടതായിരിക്കുന്ന ആ ബന്ധം മടക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ നടുവിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. മോശ എഴുന്നേൽപ്പിക്കുന്നത്, പിന്നീട് യോശുവ എഴുന്നേൽപ്പിക്കുന്നത്. ഇതിന്റെ എല്ലാം ഉദ്ദേശം എന്താണ്? ഈ ജനത്തെ വേർതിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ജാതികളിൽ നിന്ന്, പാപത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി ജനത്തെ വേർതിരിച്ചെടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. ഈ ദൗത്യത്തോടു കൂടെയാണ് നമ്മൾ ഈ വചനം വീക്ഷിക്കേണ്ടത്, നമ്മൾ ഈ പഠന സൗകര്യാർത്ഥം ഇത് കാണേണ്ടത്. ഇങ്ങനെ നീണ്ട 40 വർഷത്തെ യാത്ര, ഇതിനിടയിൽ ഇവർക്ക് ആരാധനയ്ക്ക് സൗകര്യങ്ങൾ ഒരുക്കി. അതാണ് നമ്മൾ സമാഗമന കൂടാരമായിട്ട് കാണുന്നത്. മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട ആലയമാണത് ടാബർനാക്കിൾ. വീണ്ടും നമുക്ക് മുന്നോട്ട് കടന്നു വരുമ്പോൾ കൽപ്പനകൾ ലഭിക്കുന്നു, യാഗങ്ങൾ നടക്കുന്നു, മനുഷ്യന്റെ പാപങ്ങൾ പരിഹരിക്കപ്പെടുന്ന യാഗ നിയമങ്ങൾ കൊണ്ടുവരുന്നു. ലേവ്യ പുസ്തകം പഠിക്കുമ്പോൾ അവിടെ നിയമങ്ങളും ചട്ടങ്ങളും നിയമങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, യാഗങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇവയൊക്കെ കൊടുത്തിട്ടും ഈ ജനത്തിന്റെ ഇടയിൽ എന്ത് സംഭവിക്കുന്നില്ല? ജനത്തിന്റെ പാപം പരിഹരിക്കപ്പെടുന്നില്ല. ഒരു യാഗമൃഗം വസ്തുവോടെ അർപ്പിക്കപ്പെടും, യാഗം അർപ്പിക്കപ്പെടുന്നു എന്നുള്ളതല്ലാതെ മനുഷ്യന്റെ പാപങ്ങൾ അവിടെ പരിഹരിക്കപ്പെടുന്നില്ല. ഇത് വലിയൊരു വിഷയമാണ്. അപ്പോ ഇതിനൊക്കെ ആയിട്ടാണ് ദൈവം എന്ത് ചെയ്തത്? ന്യായാധിപന്മാരെ ഇവരുടെ മധ്യ എഴുന്നേൽപ്പിക്കുന്നു, പുരോഹിതന്മാരെ കൊണ്ടുവരുന്നു. പുരോഹിതന്മാര് അവിടെ ഇവർക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏലി പുരോഹിതന്റെ ശുശ്രൂഷയുടെ കാലഘട്ടം കാണുന്നത്. ഏലി പുരോഹിതന്റെ ശുശ്രൂഷയുടെ കാലഘട്ടം പരിശോധിക്കുമ്പോൾ ഏലി എന്ന് പറയുന്ന പുരോഹിതൻ വളരെ മാന്യനായിരുന്ന ഒരു വ്യക്തി, അവൻ ദൈവത്തിന് വേണ്ട നിലയിലൊക്കെ ശുശ്രൂഷ ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ തന്റെ മക്കളിലേക്ക് വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, ആ മക്കളായിട്ട് ദൈവത്തിന് അനിഷ്ടമായുള്ള പ്രവൃത്തികൾ അവിടെ ചെയ്തു. അത് മുഖാന്തരം ദേശത്തെ അടുത്ത പുരോഹിത ശുശ്രൂഷയുടെ ക്രമം അനുസരിച്ച് ലേവിയുടെ മക്കളായിരിക്കുന്ന അബ്നിയും ഫിനെഹാസും ഒക്കെയും ആ ശുശ്രൂഷയിലേക്ക് കടന്നു വരേണ്ടവർ. പക്ഷെ അവരെന്ത് ചെയ്തു? അവർക്ക് അനിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് അവർക്ക് ശുശ്രൂഷ തുടർന്നു പോകാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ പെട്ടകം പിടിക്കപ്പെട്ടു എന്നുള്ളതായിരിക്കുന്ന വാർത്ത കേട്ടു. ഈ വാർത്തയുടെ അനന്തരഫലമായിട്ട് ഏലി പുരോഹിതൻ തനിയിൽ ഇരിപ്പിടത്തിൽ നിന്ന് വീണ് മരണപ്പെടുന്നു. ഇതൊക്കെയും അവിടെ സംഭവിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മക്കളെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ള ചെയ്തതൊക്കെ നമ്മളവിടെ കാണുകയാണ്. യഹോവ അവരെ വിദേശിയുടെ അല്ലെങ്കിൽ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ജനം അനുദപിച്ച് യഹോവയോട് പ്രാർത്ഥിക്കുന്നു. യഹോവ ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിച്ചു, ജനത്തിന് വിടുതൽ നൽകി. ന്യായാധിപന്റെ നേതൃത്വത്തിലുള്ള വിടുതലിന്റെ കാലത്ത് ജനം യഹോവയോട് വിശ്വസ്തരായിരുന്നു. എന്നാൽ അതിനുശേഷം ന്യായാധിപന്റെ മരണശേഷം ജനം യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിച്ചു. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തു പോകുന്നു. ഇതൊരു വൃത്തം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ അതുപോലെ എന്ത് ചെയ്തു? ഇവരിങ്ങനെ റിപ്പീറ്റ് ചെയ്തു പോകുന്നു. ഒരാൾ എഴുന്നേൽപ്പിക്കുന്നു, അവരുടെ ശുശ്രൂഷ കഴിയുന്നു, ജനം എന്ത് ചെയ്യുന്നു? വീണ്ടും പാപത്തിലേക്ക് പോകും. വീണ്ടും ഒരാൾ വരുന്നു, അന്നേരം ഒരു ഉണർവ് കയറുന്നു, അത് കഴിഞ്ഞ് അയാൾ പോയി കഴിയുമ്പോൾ വീണ്ടും പാപത്തിലേക്ക്. ഇതിങ്ങനെ ഒരു റിപ്പീറ്റ് ചെയ്യപ്പെടുക. ഇത് നമ്മുടെയൊക്കെ സഭകളും കൂട്ടായ്മകളും കാണുന്ന ഒരു പ്രവണത കൂടിയാണത്. അത് ഒരു രീതിയിൽ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണത്. ഒരു ഉണർവ് വരുന്നു, അത് കഴിഞ്ഞടുത്ത് മറ്റൊരു കാലഘട്ടം വരുമ്പോൾ ഉണർവില്ല, ഒന്നുമില്ല, വീണ്ടും കയറി വരുന്ന മറ്റൊരു ഉണർവ്. ഇത് ശരിയായ ഒരു രീതിയല്ല, ആത്മീയമായിരിക്കുന്ന നല്ലൊരു അന്തരീക്ഷമല്ലത്. അതുകൊണ്ട് നമ്മൾ വളരെയേറെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോ ഈ കനാന്യ ഒരു മാത്രമല്ല, ഇവിടെ എന്തുകൊണ്ട് ഫിലിസ്തീൻ മറ്റ് പല ജാതികളും അവിടെ ഉണ്ട്. നമ്മൾ ആ വചനങ്ങളൊക്കെ വായിക്കുന്നതായിരിക്കും.
ഇവിടെ ഈ ജനം, ഇസ്രായേൽ ജനം മിസ്രയീം വിട്ട്, ഈ അടിമ വീട് വിട്ട് കനാൻ ദേശത്ത് എത്തിപ്പെട്ടുവെങ്കിലും ഇസ്രായേൽ അഭിമുഖീകരിക്കേണ്ടി വന്ന ഏറ്റവും ഒരു പ്രബല ശത്രുവായിരുന്നു ഫെലിസ്തർ എന്നുള്ളത്. ഈ ഫെലിസ്തരെ, ആ ശത്രുക്കളിൽ നിന്നുള്ള ഭീഷണി ഇവർക്ക് പലപ്പോഴും കൂടെ നേരിടേണ്ടതായിട്ടുണ്ട്. ഫെലിസ്തരായിരുന്നു ഇതിനകത്ത് പ്രധാനപ്പെട്ട ശത്രു, ഏറ്റവും പ്രബലമായിരിക്കുന്ന ശക്തിയായിരിക്കുന്ന ശത്രുവായിരുന്നു ഫെലിസ്തർ. ഫെലിസ്തരെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ചു. ഇസ്രായേൽ കനാനിൽ കയറി പാർത്ത അതേ കാലഘട്ടത്തോടടുത്ത് തന്നെയാണ് മധ്യധരണി, ആ കടലിന്റെ പൂർവ്വതീരത്ത് വാസം ഉറപ്പിച്ച ഫെലിസ്തരെ കുറിച്ച് നമ്മൾ കാണുന്നത്. മൈസീനിയൻ സംസ്കാരം നിലവിൽ വരുന്ന ഈജിയൻ പ്രദേശങ്ങളിൽ നിന്ന് കുടിയേറി പാർത്ത സമുദ്ര സഞ്ചാരികളായിരുന്നു ഈ പറയുന്ന ഫെലിസ്തർ. അവരുടെ നാമധേയത്തിൽ നിന്നാണ് അവർ വന്നധിവസിച്ച ദേശത്തിന് പാലസ്തീൻ എന്ന നാമം ലഭിച്ചത്. അതായത് ഫെലിസ്തീർ താമസിച്ച ദേശം പിന്നീട് പാലസ്തീൻ എന്നറിയപ്പെട്ടത്. അവര് കഫ്തോരിൽ നിന്ന്, അതായത് ക്രേത്ത എന്ന് പറയുന്ന ദ്വീപ്, നമ്മൾ ക്രേത്ത ദ്വീപിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? ക്രേത്ത ദ്വീപ്, ക്രേത്ത അല്ലെങ്കിൽ പിന്നെ അതിന് പേര് പറയാ സൈപ്രസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ക്രേത്ത ദ്വീപിൽ നിന്ന് വന്നവർ എന്ന് ആമോസിന്റെ പ്രവചന പുസ്തകം 9-ാം അധ്യായം അതിന്റെ 7-ലും, യിരെമ്യാ പ്രവചന പുസ്തകം 47-ന്റെ 4-ലും നമുക്ക് കാണാനായിട്ട് കഴിയും.